നമസ്കാരം. നാം എല്ലാം ധരിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ രോഗം ക്യാൻസറാണ്, അർബുദമാണ്, ഇല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരികയാണ്, ഇല്ലെങ്കിൽ പലതരത്തിലും ലെപ്രസി, കുഷ്ഠം എന്നിങ്ങനെയൊക്കെയാണ് നാം ധരിച്ചിരിക്കുന്നത്. പക്ഷേ ഒന്ന് ചിന്തിക്കാം, നമുക്കൊന്ന് മാറി ചിന്തിക്കാം. നമ്മുടെ എല്ലാം ഏറ്റവും വലിയ രോഗം എന്നുള്ളത് ദേഷ്യമാണ്. ദേഷ്യം കൂടുതൽ ഉള്ള വ്യക്തിക്ക് രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടും. കോപം കൂടുതലുള്ള വ്യക്തിക്ക് അവൻ്റെ വൈരാഗ്യം ഇല്ലെങ്കിൽ ആ മനോഭാവം അവനെ രോഗിയാക്കും. ഇതേവരും ചിന്തിക്കുക, സമാധാനമായിട്ടിരിക്കുന്ന ഒരു വ്യക്തി, ശാന്തശീലൻ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടില്ല എന്നുള്ള സത്യത്തെ നാം ഇന്ന് തിരിച്ചറിയാതെ പോവുകയാണ്. കാരണം ഇന്നൊരുപാട് റീൽസ് കാണുന്നു, ഒരുപാട് ഷോർട്സ് കാണുന്നു. നമ്മൾ എന്തൊക്കെയാണോ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു, അങ്ങനെ ശീലിച്ച് ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണ്. കാരണം ഇന്ന് അച്ഛനും അമ്മയും പറയുന്നതൊന്നും കേൾക്കാൻ ആളില്ല. എങ്ങാണ്ടോ ആഫ്രിക്കയിലോ ആസ്ട്രേലിയയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഒരാൾ വീഡിയോ ഇടുന്നു, അതിൻ്റെ പുറകെ പോവുകയാണ്. അയാളെ കണ്ടിട്ടില്ല, അങ്ങനെ അയാളുടെ ഫാനായി മുന്നോട്ട് പോവുകയാണ്. ജീവിത രീതിയാണ്, അറിയത്തില്ല. കാരണം ഇന്ന് വി ആർ ഓവർ ഇൻഫോംഡ് ആണ്. കാരണം നമ്മൾക്ക് ആവശ്യത്തിലധികം ഇൻഫർമേഷൻ കുമിഞ്ഞു കൂടിയിരിക്കുകയാണ്. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നറിയില്ല. ഇപ്പോൾ നാളെ ഇതേ വിഷയം തന്നെ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു ശീലം പറഞ്ഞ ശേഷം കുറേ ദിവസം കഴിഞ്ഞ് മറ്റൊരു ആൾ വരികയാണ്. അദ്ദേഹം ഒരു 4 മാല കൂടുതൽ ധരിക്കുകയാണ്, നല്ല താടിയും കുറച്ച് നല്ല ചന്ദനം കുങ്കുമൊക്കെ ഇട്ട് ഒരു അടുത്തൊരു സന്യാസി ഇല്ലെങ്കിൽ ഒരു സ്വാമിയെപ്പോലെ വന്ന് വേറൊരു കാര്യം പറയാണ്, ഇതല്ല ശരി ഇതാണ് ശരി എന്ന് പറയുമ്പോൾ ജനങ്ങൾ കൺഫ്യൂഷനായി. പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവിടെ നാം ആദ്യമായിട്ട് കേൾക്കേണ്ടത് ആരെയാണ്? അമ്മയെയാണ്, അച്ഛനെയാണ്. അതിനുശേഷം ഗുരു, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ എന്ന് പറയുന്നു. ഉപനിഷത്ത് നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിച്ചു തരികയാണ്. പക്ഷേ നാം ഇന്ന് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഇന്ന് മൊബൈലിലൂടെ കാണുന്ന ആൾക്കാർ പറഞ്ഞതെല്ലാം ചെയ്ത് നമ്മളുടെ ഇന്നത്തെ ജീവിതം ഏവർക്കും അറിയാം, കുത്തഴിഞ്ഞ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം എവിടെ നിന്നൊക്കെ ഇൻഫർമേഷൻ കിട്ടുന്നു ഉടനെ അതിൽ നിന്ന് എടുത്ത് ചാറ്റ് GPT-യിൽ അടിക്കുന്നു. ജ്യോതിഷം പോലും ചാറ്റ് GPT-യിൽ അടിക്കുകയാണ്. എത്ര പൊട്ട തെറ്റുകളാണ് അതിൽ വരുന്നത് എന്ന് ജ്യോത്സ്യന്മാർക്കറിയാം, പക്ഷേ സാധാരണ ജനങ്ങൾക്കറിയില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ചിന്തിച്ച് അതിൻ്റെ പുറകെ മനസ്സ് സ്വയം വേദനിച്ച് ഇന്നെൻ്റെ കാര്യം നടക്കില്ല എന്ന് സ്വയം കൽപ്പിച്ച് ആവശ്യമില്ലാത്ത സങ്കല്പത്തിലേക്ക് നീങ്ങി ജീവിതം നശിപ്പിക്കുന്ന ഒരു പ്രവണത. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടെ പറഞ്ഞു വന്നത് ഏറ്റവും വലിയ രോഗം ദേഷ്യം തന്നെയാണ്. അവിടെ നിന്ന് തന്നെയാണ് എല്ലാറ്റിനും തുടക്കം. ഈ ദേഷ്യവും വെറുപ്പ് കൂടി മനുഷ്യൻ നശിക്കുകയാണ്. ദേഷ്യം ഇല്ലാതാക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതാണ്. ഇത് ചെറുപ്പത്തിലേ നാം ശീലിക്കേണ്ടതാണ്. ഇതിപ്പോൾ 40 വയസ്സിൽ പോയിട്ട് ഇല്ലെങ്കിൽ ഒരു 50 വയസ്സിൽ പോയിട്ട് നമ്മുടെ സ്വഭാവ രൂപീകരണം എല്ലാം ആയിക്കഴിഞ്ഞു. വലിയ പ്രയാസമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമുക്ക് രസിക്കില്ല. അത് എല്ലാവർക്കും ഉള്ള ഒരു ഗുണമാണല്ലോ. എപ്പോഴും കുറ്റം പറയുകയാണെന്ന് വിചാരിക്കും. നാം ഏവരും കണ്ണാടി നോക്കുമ്പോൾ നമ്മളെക്കാളും സുന്ദരൻ ആരുമില്ല, നമ്മളെക്കാളും നല്ലവൻ ആരുമില്ല എന്നുള്ള രീതിക്കുള്ള ചിന്തയാണ്. അങ്ങനെയാണല്ലോ നാം ലോകത്തെ കാണുന്നത്. ലോക്യതയെ അനുഭൂയതയെ ലോകഃ. അങ്ങനെ ദേഷ്യത്തെ ഇല്ലാതാക്കുക ചെറുപ്പം മുതൽക്കേ ശീലിപ്പിച്ച് വരണം എന്നുള്ളതാണ്. ചിലർക്ക് പെട്ടെന്ന് സാധിക്കും, ചിലർ സമയമെടുത്ത് അതിലേക്ക് നീങ്ങും. എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. ആദ്യത്തെ കാര്യം തന്നെ രാവിലെ പ്രഭാതത്തിൽ നാം ഏവരും ഒരു ചെറിയൊരു ശീലമാണ്, സ്കൂളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ എന്തെങ്കിലും മന്ത്രങ്ങൾ ചൊല്ലി, ചെറിയ ശ്ലോകങ്ങൾ ചൊല്ലി ഭഗവാനെ ഒന്ന് നമസ്കരിക്കുക. ആ ഒരു ചെറിയ ബോധം, ഉണർവ് അവിടെ നിന്ന് തുടങ്ങുകയാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ. വീട്ടിൻ്റെ പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു കുറി ധരിക്കുക, ചന്ദനം, ഭസ്മം, കുങ്കുമം എന്തെങ്കിലും. അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ഉണർവാണ്, ദൈവിക ചിന്തയിലേക്കുള്ള ഒരു ഉണർവ്. ആത്മീയത എന്നുള്ള വാക്കാണ് ഇതിൻ്റെയൊക്കെ ഉത്തരം. പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുകുട്ടിയെ സ്വാമി ആക്കണോ സന്യാസി ആക്കണോ എന്ന് കേരളത്തിൽ പലരും ചോദിച്ചേക്കും. കാരണം അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. കാരണം സെൻസ് അപ്ലൈ ചെയ്ത് ഒരു വിഷയത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഇനി അടുത്തത്, ദിവസവും രാവിലെ അച്ഛനമ്മമാരെ നമസ്കരിക്കുവാൻ പഠിപ്പിക്കുക കുട്ടികളെ. ഇനി മുതിർന്നവരായി നമുക്ക് ദേഷ്യം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പറ്റിയ ഒരു കാര്യം, ഇന്ന് പുരുഷന്മാരും അടുക്കളയിലുണ്ടല്ലോ, എന്തായാലും അടുക്കളയിൽ കൂടുതലായും
മൺപാത്രങ്ങൾ ഉപയോഗിക്കുക, ഗ്ലാസിൻ്റെ പാത്രം, കണ്ണാടി പാത്രങ്ങൾ ഉപയോഗിക്കുക, പോർസലൈൻ വെസൽസ് ഇതെല്ലാം ഉപയോഗിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ പാത്രം കയ്യിലെടുക്കുമ്പോൾ തന്നെ താഴെ വീഴരുത് എന്നുള്ളൊരു തോന്നലിലൂടെ ആയിരിക്കും നാം അതിനെ കൈകാര്യം ചെയ്യുന്നത്. അത് മൺകലമായാലും ശരി, ഇനിയിപ്പോൾ കണ്ണാടി പാത്രമായാലും ശരി, അങ്ങനെ അത് ശീലിച്ച് ഒരു ഉണർവായിരിക്കും. ഏവരും ഒന്ന് ചിന്തിക്കുക. കാരണം ഇന്ന് നമുക്ക് ആ പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ല. എന്തൊക്കെയോ ആലോചിച്ച് കൊണ്ടാണല്ലോ നാം ഓരോ പ്രവൃത്തി ചെയ്യുന്നത്. ആഹാരം കഴിക്കുമ്പോൾ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, മനസ്സ് വേറെ എവിടെയോ ആണ്, ആഹാരത്തിലില്ല. പാചകം ചെയ്യുമ്പോൾ മനസ്സ് വേറെ എവിടെയോ ആണ്, വേറെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നാം ഇന്നത്തെ തലമുറയെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അറിയത്തില്ല, ഇനിയൊരു നല്ല കാര്യം പറഞ്ഞാലും അത് തെറ്റായ കാര്യമാണ് എന്ന ബോധം വരെ നാം സൃഷ്ടിച്ചു കഴിഞ്ഞു. അതായത് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ യൂട്യൂബിനെ ഉപയോഗിച്ച് ഒരു വിഷ്ണു സഹസ്രനാമം പ്ലേ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നില്ല. ആ യൂട്യൂബിനെ അങ്ങനെ ഉപയോഗിക്കണം, അങ്ങനെ ഉപയോഗിക്കുന്നില്ല. നാം വേറെ എന്തൊക്കെയോ സീരിയലും മറ്റും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല കാര്യം പറഞ്ഞാൽ പോലും മനസ്സിനെ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് തെറ്റാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്, ദേഷ്യമാണ് എല്ലാറ്റിനും മൂലകാരണം. ആ ദേഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ രോഗങ്ങൾ ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ രോഗങ്ങൾ കുറയും എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ തന്നെ ഒന്ന് ചുറ്റുപാട് ശ്രദ്ധിക്കുക, ശാന്തശീലരായിട്ടുള്ള വ്യക്തികളെ നോക്കുക, സന്യാസിമാരെ നോക്കുക, സ്വാമികളെ നോക്കുക. ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ശാന്തശീലരായിട്ടുള്ളത്. അവർക്ക് രോഗങ്ങൾ ഇല്ല, രോഗങ്ങൾ പിടിപെടുന്നില്ല എന്നുള്ള വസ്തുത നാം ഏവരും ഓർക്കാം. നമസ്കാരം.